ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിന് ഇന്ന് ഔദ്യോഗിക സ്വീകരണം. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. മ്യാൻമാറിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ തടവിലുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മുൻ അഗ്നിവീരന്മാർക്ക് കേന്ദ്രസേനകളിൽ 10% സംവരണം ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്ത് ആത്മഹത്യകൾ തടയുന്നതിന് ആരോഗ്യ മന്ത്രാലയം കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. കേരളത്തിൽ ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 22-നാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ ദൂരവ്യാപക നയങ്ങളുടെയും ഭാവി കാഴ്ചപ്പാടുകളുടെയും ഫലപ്രദമായ രേഖയായിരിക്കും ബജറ്റെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കിയിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിന് ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സാന്നിധ്യത്തിൽ ഇന്ന് ട്രയൽ റണ്ണും നടക്കും. ഇന്നലെ രാവിലെയാണ് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ കപ്പലിന്റെ ബർത്തിംഗ് നടപടികൾ ഇന്നലെ പൂർത്തിയാക്കി. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. ഈ മാസം 2-ന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്ത് എത്തിയത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് അവഗണിക്കുന്നതിനെതിരെ UDF ഇന്ന് പ്രകടനം നടത്തും. പരിപാടിയിൽ നിന്ന് ശശി തരൂർ MP വിട്ടുനിൽക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന് സ്വീകരണ ചടങ്ങിൽ ക്ഷണം ലഭിച്ചില്ല. മ്യാൻമറിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ തടവിലുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മ്യാൻമാർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ യു താൻ സെയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടക്കുന്ന ബിംസ്റ്റെക് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ ഇരുവരും കൂടിക്കാഴ്ച നടത്തി. നിരവധി നിർണായക വിഷയങ്ങളിൽ ഇന്ത്യയുടെ ആശങ്കകൾ പങ്കുവച്ചതായാണ് റിപ്പോർട്ട്. യോഗത്തിനെത്തിയ എല്ലാ ലോക നേതാക്കളെയും ശ്രീ എസ് ജയശങ്കർ സ്വാഗതം ചെയ്തു. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ വിവിധ മേഖലകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൂട്ടായ്മയാണ് ബിംസ്റ്റെക്. മുൻ അഗ്നിവീരന്മാർക്ക് കേന്ദ്രസേനകളിൽ 10% സംവരണം ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതിർത്തി സുരക്ഷാ സേന, CRPF, CISF, SSB തുടങ്ങിയവയുടെ മേധാവികൾ അറിയിച്ചതാണ് ഇക്കാര്യം. വയസ്സിളവിന് പുറമെ മുൻ അഗ്നിവീരന്മാർക്ക് ശാരീരിക ക്ഷമതാ പരീക്ഷയും ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ആത്മഹത്യകൾ തടയുന്നതിന് ആരോഗ്യ മന്ത്രാലയം കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സ്വീകരിച്ച നടപടികളുടെ സമഗ്രമായ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. 4 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശം. കുട്ടികൾക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യം ഏറെ ഗൌരവമേറിയ വിഷയമാണെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ച നടപടികൾ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കൌമാരക്കാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു പരമോന്നത കോടതി. ഹർജി അടുത്ത മാസം 9-ന് വീണ്ടും പരിഗണിക്കും. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ കൌമാരക്കാർക്കിടയിലെ ഗർഭധാരണം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി സാർക്ക് സെക്രട്ടേറിയറ്റ് ദക്ഷിണേഷ്യൻ യുനിസെഫ് റീജിയണൽ ഓഫീസുമായി സഹകരിച്ച് ചർച്ച സംഘടിപ്പിച്ചു. വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. കൌമാരക്കാർ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ വെല്ലുവിളികൾ, ഉയർന്ന മരണനിരക്ക്, രോഗാവസ്ഥാ നിരക്ക് തുടങ്ങിയവ ചർച്ചാ വിഷയമായി. ഈ മേഖലയിൽ പ്രതിവർഷം 15 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള ഏകദേശം 6 ദശലക്ഷം കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഗർഭധാരണ പ്രശ്നങ്ങൾ നേരിടുന്നതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ ദല്ലാൽ രാകേഷ് രഞ്ജനെ CBI അറസ്റ്റ് ചെയ്തു. റോക്കി എന്നറിയപ്പെടുന്ന ഇയാളെ 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. രാകേഷിന്റെ അറസ്റ്റോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്.
കേസിൽ ഝാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള സ്കൂൾ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും ഉൾപ്പെടെ ഇതുവരെ 12-ലേറെ പേരെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ രജിസ്റ്റർ ചെയ്ത 3 പ്രത്യേക കേസുകൾ ഉൾപ്പെടെ 6 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 18ലേക്ക് മാറ്റി. കേന്ദ്ര സർക്കാരും ദേശീയ പരീക്ഷാ ഏജൻസിയും സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്താൻ കക്ഷികൾക്ക് സാവകാശം നൽകുന്നതിനായാണ് വാദം കേൾക്കുന്നത് മാറ്റിവച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. പരീക്ഷാഫലം സമഗ്രമായി വിശകലനം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രാലയം മദ്രാസ് IITയോട് നിർദ്ദേശിച്ചിട്ടുള്ളതായി കേന്ദ്രം സമർപ്പിച്ച അധിക സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2047ഓടെ ഇന്ത്യ അതിശക്ത രാഷ്ട്രമായി മാറുമെന്ന് പ്രമുഖ സാമ്പത്തിക നിരീക്ഷകൻ മാർട്ടിൻ വൂൾഫ്. ഇംഗ്ലീഷ് ദിനപത്രമായ ഫിനാൻഷ്യൽ ടൈംസിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനസംഖ്യയിൽ 4 ഇരട്ടി എത്തുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ഉൽപാദനം 2047ഓടെ US തുല്യമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ GDP നിരക്ക് പ്രതിവർഷം 5% വളരും. IMF വിശേഷിപ്പിക്കുന്നത് പോലെ കണക്ടർ കൺട്രി ആയി മാറുമെന്നും ശ്രീ മാർട്ടിൻ വോൾഫ് അറിയിച്ചു. ഇന്ന് ലോക മലാല ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിച്ച നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ ജന്മദിനമാണ് മലാല ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. 2013 ജൂലൈ 12 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന മലാല ദിനം ആചരിച്ചു വരുന്നത്. പാകിസ്ഥാനി സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചിരുന്ന അവകാശ നിഷേധങ്ങളെ വാക്കുകളിലൂടെ ലോകത്തിന് മുന്നിലെത്തിച്ചത് മലാലയായിരുന്നു. പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ നിരവധി തവണ മലാലയ്ക്ക് നേരെ താലിബാൻ ആക്രമണ ശ്രമം നടത്തിയിരുന്നു. 2012 ഒക്ടോബർ 9 നടന്ന ഒരു വധശ്രമത്തിൽ മലാലയുടെ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മലാല ലഭിച്ചത്. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തക ക്രിസ്റ്റീന ലാംബും ചേർന്ന് എഴുതിയ ജീവചരിത്ര പുസ്തകം ഞാൻ മലാല ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്ത് പയർവർഗ്ഗങ്ങളുടെ കൃഷി വിസ്തൃതി 50%-ലധികം വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് വിളകളുടെ പുരോഗതി അവലോകനം ചെയ്യാനുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും ഖാരിഫ് റാബി വിളകൾക്ക് കൃത്യസമയത്ത് രാസവളങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. ഇതോടെ നിലവിൽ കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7ആയി. നെയ്യാറ്റിൻകര സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗോവ, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലും ഇന്നു മുതൽ ഞായറാഴ്ച വരെ സമാന കാലാവസ്ഥയായിരിക്കും. കേരളത്തിൽ ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. ആദ്യ സെമിയിൽ റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ നേരിടും. രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരം ലോറൻസോ മുസെറ്റി സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചുമായി ഏറ്റുമുട്ടും. ഈ മാസം 14 ഫൈനൽ മത്സരം. ശ്രീലങ്കൻ പര്യടനത്തിനായി ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് സംഘം ഈ മാസം 22 ശ്രീലങ്കയിലെത്തും. 3 T20 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളും ഉൾപ്പെടുന്നതാണ് പരമ്പര. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ മഹാരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മുംബൈ NMIMSലെ വിദ്യാർത്ഥികളെ ഉപരാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. വികസിത് ഭാരത് 2047 ഇന്ത്യയെ ശാക്തീകരിക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് വഴിവെച്ച പ്രധാന ശക്തി ചൈനയാണെന്ന് നാറ്റോ. ആഗോള സുരക്ഷയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ചൈന സൃഷ്ടിക്കുന്നതെന്നും നാറ്റോ അംഗങ്ങൾ ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലാണ് വിലയിരുത്തൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിന് ഇന്ന് ഔദ്യോഗിക സ്വീകരണം. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. മ്യാൻമാറിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ തടവിലുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മുൻ അഗ്നിവീരന്മാർക്ക് കേന്ദ്രസേനകളിൽ 10% സംവരണം ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്ത് ആത്മഹത്യകൾ തടയുന്നതിന് ആരോഗ്യ മന്ത്രാലയം കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം.
കേരളത്തിൽ ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.